നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് ഇന്നത്തെ റിലേഷൻഷിപ്പ് റീഡിങ്ങിൽ എടുക്കാൻ പോകുന്നത് ഇന്നത്തെ പേഴ്സന്റെ ഫീലിങ്സ് എടുക്കാം നമുക്ക്. ഓക്കെ, ഫീലിങ്സ് അല്ല, നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അവരുടെ തോട്ട്സ് ആൻഡ് ഫീലിങ്സ് രണ്ടും പറയാം. നിങ്ങളെക്കുറിച്ച് എന്താണ് അവരുടെ തോട്ട്സ് ആൻഡ് ഫീലിങ്സ് രണ്ടും. ഓക്കെ, ഈ ബന്ധത്തിനെ കുറിച്ച് അവരെന്താണ് ചിന്തിക്കുന്നത് നോക്കാം. Judgment. Ooh, Lover's card. Awesome. Beautiful. വളരെ ഒരു സ്പിരിച്വൽ കണക്ഷൻ ആയിട്ടാണ് എനിക്ക് കാണുന്നത് ഇവിടെ. ഫുൾ കാർഡ് ഒന്നുകൂടി എടുത്തേക്കാം. ജസ്റ്റ് മോർ. ഓക്കെ, വളരെ ഓക്കെ. ഒന്നാമത്തെ കാര്യം, ഇവിടെ എനിക്കൊരു സ്പിരിച്വൽ കണക്ഷൻ ആണ് കാണുന്നത്. ഓക്കെ, സ്പിരിച്വൽ എന്ന് പറയുമ്പോൾ നിങ്ങളെ രണ്ടുപേരെയും ഒന്നാമത്തെ കാര്യം ഇത് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് തീർച്ചയായിട്ടും. ഓക്കെ, ജഡ്ജ്മെന്റ് ഉണ്ട്, ലവേഴ്സ് ഉണ്ട്, മൂൺ കാർഡ് ഉണ്ട്. ഇവിടെ ഇതൊരു ഇൻറ്റ്യൂട്ടീവ് കണക്ഷൻ ആണെന്ന് പറയാം. ഓക്കെ, ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണെന്ന് പറയാം. ഡീപ്പ് സ്പിരിച്വൽ കണക്ഷൻ ആണിത്. ഓക്കെ, നിങ്ങൾ തമ്മിൽ ടെമ്പറൻസും ഉണ്ട്. യെസ്, സോ ഇവിടെ ഇത് ശിവശക്തി എന്ന രൂപത്തിൽ ഞാൻ എടുക്കും ഈ കാർഡിനെ നമുക്ക്. സോ അഗൈൻ ഇതൊക്കെ ഈ 2-3 കാർഡ് കാണിക്കുന്നത് എനിക്ക് നിങ്ങൾ തമ്മിൽ ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ തന്നെയാണ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ ചിന്തിക്കുന്നത്, ഓക്കെ അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഓവറോൾ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറഞ്ഞതാണ്. നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത്, ഓക്കെ അവർക്കിപ്പോൾ ഒരു ജഡ്ജ്മെന്റ് ഫേസ് ചെയ്യുന്ന സമയം കാണുന്നുണ്ട്. ഓക്കെ, ഒന്നാമത്തത് മേ ബി നിങ്ങളെ പറ്റി ചിന്തിക്കുമ്പോൾ അവർ നിങ്ങളോട് ന്യായം ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അവർ ഇതുവരെ പാസ്റ്റിൽ നിങ്ങളോട് ചെയ്ത തെറ്റുകൾ അവർ റിയലൈസ് ചെയ്യുന്നുണ്ട്, മിസ്റ്റേക്സ് അവർ റിയലൈസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ അവർക്കൊരു അത് ഈ സ്പിരിച്വൽ കണക്ഷൻ ആയതുകൊണ്ടാണ്, അതുകൊണ്ട് ഞാനത് എടുത്തു പറഞ്ഞത്. ഓക്കെ, നിങ്ങൾ ഈ ഒരു സ്പിരിച്വൽ കണക്ഷൻ ആയതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് എവിടെയോ അവർക്ക് ചില തിരിച്ചറിവ് കൊടുക്കുന്നുണ്ട്, എന്നിട്ട് അവർ ചെയ്യുന്ന ചില കാര്യങ്ങൾ ശരിയല്ല എന്ന രീതിയിൽ. ഓക്കെ, അപ്പം അത് മനസ്സിലാക്കുന്നുണ്ട് അവർ. ആൻഡ് അവർ നിങ്ങളെ ചൂസ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഒന്നാമത്തെ കാര്യം, ലവേഴ്സ് എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി യെസ്, നിങ്ങൾ തമ്മിൽ സോൾ കണക്ഷൻ ആണ്, ഡീപ്പ് കണക്ഷൻ ആണ്, ആ ഒരു അത്രയും സ്ട്രോങ് റിലേഷൻഷിപ്പ് ആണ് എന്നുള്ളതാണ്, ബോണ്ട് അങ്ങനത്തെ ആണ്. പ്ലസ് അവർ ഒരു തീരുമാനം എടുക്കുക, നമ്മൾ ചോയ്സിന്റെ കാര്യം പറയാറുണ്ട് ഈ കാർഡിൽ. സോ ചോയ്സ് നിങ്ങളാണ് അവരുടെ. ഓക്കെ, അവർ തീരുമാനം, ഇപ്പം ജഡ്ജ്മെന്റ് എന്ന് പറയുമ്പോൾ മേ ബി അവർ പാസ്റ്റിൽ ചെയ്ത ചില കാര്യങ്ങൾ അതൊക്കെ ചിന്തിച്ച്, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ എന്താണ് വേണ്ടത് എന്നവർ ചിന്തിച്ച് തീരുമാനം എടുക്കുമ്പോൾ അവരുടെ ലൈഫിൽ നിങ്ങളെ വേണം എന്നുള്ളത് അവർ ചൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മനസ്സുകൊണ്ടെങ്കിലും അവരത് ചൂസ് ചെയ്യുന്നുണ്ട്, പറഞ്ഞില്ലെങ്കിലും നിങ്ങളോട് പറഞ്ഞില്ലെങ്കിലും. ഓക്കെ, ടെമ്പറൻസ് ഉണ്ട്. സോ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അവർ സ്മൂത്ത് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ഇത് നിങ്ങളെ ഞാൻ സ്പിരിച്വലി സംസാരിക്കുകയാണെങ്കിൽ ഇതൊരു തരം നിങ്ങളിലുള്ള ഫെമിനൈൻ മാസ്കുലൈൻ ബാലൻസിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, രണ്ടുപേരും ഐ തിങ്ക് ഒരു കോംപ്രമൈസിൽ ഒരു എന്താ പറയുക, പരസ്പരം മനസ്സിലാക്കി ഒക്കെ പോകുന്ന തരത്തിലുമാണ്. ടെമ്പറൻസ് ബാലൻസ് പറയുമ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒരു കോംപ്രമൈസിൽ മുന്നോട്ട് പോകുന്ന രീതിയാണ്. എൻ്റെ ഇവിടെ ഫുൾ കാർഡ് അതാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, സോറി, അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട് ഒരു നല്ലൊരു സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോകണം, അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകണം എന്ന രീതിക്കാണ് ചിന്തിക്കുന്നത്. ആൻഡ് ഫുൾ കാർഡ് ഉണ്ട്. സോ ഡെഫിനറ്റ്ലി യെസ്, അവർക്ക് ഫീൽ ചെയ്യുന്നത് ഈ ഒരു ബന്ധം ഒരു റിസ്കി ആണ് എന്നവർക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, കുറച്ച് റിസ്ക് ഉള്ള ഒരു ബന്ധമാണ്, പക്ഷെ അവർ ആ റിസ്ക് എടുക്കാൻ അവർ തയ്യാറാണ്. ഓക്കെ, ആ റിസ്ക് എടുത്ത് മുന്നോട്ട് നിങ്ങളുടെ കൂടെ മുന്നോട്ട് ഉണ്ടാവണം എന്ന രീതിക്കാണ് അവർ ചിന്തിക്കുന്നത്. പക്ഷെ ഇവിടെ ഒരു സീക്രട്ടീവ് എനർജി ഉണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് ഇതിവിടെ ഞാൻ പറഞ്ഞ പോലെ സ്പിരിച്വലി ഒരു ഇൻറ്റ്യൂഷൻ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് പറയാം. നിങ്ങളെക്കുറിച്ച് അവർ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ തമ്മിലുള്ള ഈ കണക്ഷനെ കുറിച്ച്, ഡീപ്പ് കണക്ഷനെ കുറിച്ച്, ശരിക്കും ഇതൊരു സോൾ കണക്ഷൻ എന്ന രീതിക്കൊക്കെ എടുക്കാം നമുക്ക്. അത് അവർ ഫീൽ ചെയ്യുന്നുണ്ട്, ഒന്നാമത്തെ കാര്യം. അത് മാത്രമല്ല, അവർ മനസ്സിൽ ഒരുപാട് ഇമോഷൻസ്, നമ്മൾ രാത്രി നേരത്തെ എന്നൊക്കെ പറയില്ല, അല്ലെങ്കിൽ അവരിങ്ങനെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെ ഡീപ്പായിട്ട് ഇമോഷണലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, പക്ഷെ അത് മറിഞ്ഞിരിക്കുകയാണ്, അവരങ്ങനെ തുറന്നധികം എക്സ്പ്രഷൻ വരുന്നില്ല. ബട്ട് ഇവിടെ അവരുടെ ഉള്ളിൽ തീർച്ചയായിട്ടും ആ ഒരു ഡീപ്പ് ഇമോഷണൽ ഫീലിങ്സ് നിങ്ങളെക്കുറിച്ച് ഉണ്ട് അവർക്ക്. ഓക്കെ, പിന്നെ അതൊരു ഹിഡൻ സീക്രട്ട് റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഓക്കെ, അതും ഞാൻ പറയുന്നു, കുറച്ച് പേർക്ക് നിങ്ങൾക്ക് ഒരു സീക്രട്ട് റിലേഷൻഷിപ്പ് വല്ലതും ആയിരിക്കാം. ബട്ട് അവരതിനെ അങ്ങനെ ആ റിലേഷൻഷിപ്പായിട്ട് വേണം, എന്തായാലും നിങ്ങൾ തമ്മിൽ ഒന്നിച്ചൊരു വേണം എന്ന രീതിക്ക് അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ഇത് വിപ്പ് എന്ന് പറയാം, നമ്മുടെ എന്താ പറയുക ചാട്ടവാറ്.
ലവ് ലെറ്റർ ആണ്. ആൻഡ് ക്ലൗഡ്സ് ഉണ്ട്. ഓക്കെ, മാഗ്നിഫൈങ് ഗ്ലാസ്, ഫ്ലവേഴ്സ്, ഷിപ്പ്. ഓക്കെ, കോമ്പസ് ഉണ്ട് ഇവിടെ. അഗൈൻ ഇവിടെ ഇതുണ്ടോ, ചോയ്സസിൻ്റെ ഒരു കാർഡ് ഉണ്ട്. ഇത് നമ്മൾ തീരുമാനങ്ങൾ എടുക്കാൻ, അതായത് ഏത് വഴിക്ക് പോകണം എന്ന് ചിന്തിക്കുക എന്ന് പറയില്ലേ, ഓപ്ഷൻസ് ഉണ്ടാവും ലൈഫിൽ. ഓക്കെ, അതിൽ നിന്ന് എന്ത് ചൂസ് ചെയ്യണം എന്ന് ചിന്തിക്കുന്ന പോലെയാണ്. ബട്ട് അഗെയിൻ ഞാൻ പറഞ്ഞ പോലെ അവർ നിങ്ങളെയാണ് ചൂസ് ചെയ്യുന്നത് ഇവിടെ. ഓക്കെ, അതിന് ഡൗട്ടില്ല. അവിടെ കമ്പസ് ഉണ്ട്. കമ്പസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വഴി കാണിക്കാം എന്ന് പറയാം. ഓക്കെ, നമുക്ക് എന്താണ് മുന്നോട്ട് ചെയ്യേണ്ടത് എന്ന് വഴി കാണിക്കുന്ന സാധനമാണ്. സോ യെസ്, നിങ്ങളാണ് അവർക്ക് അതുപോലെ നമ്മൾ പറയില്ലേ നോർത്തിലേക്ക് പോയിന്റ് ചെയ്യുക എന്ന് പറയും. എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലേക്ക് എത്താനുള്ള നമ്മൾ നോർത്ത് നോക്കി പോകണം എന്ന് പറയും. അങ്ങനെ ഒരു സംഭവമുണ്ട്. സോ നിങ്ങളാണ് അവരുടെ ഹോം എന്ന രീതിക്ക് എടുക്കാം. ഓക്കെ, അവർ നിങ്ങളെ ഫോളോ ചെയ്ത് വരുന്നു എന്ന് പറയാം. ഓക്കെ, കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ കിട്ടുന്നില്ല എനിക്ക്. വിപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇവിടെ കുറച്ച് പ്രശ്നങ്ങളെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ പ്രശ്നങ്ങളെ ക്ലിയർ ചെയ്യുന്ന ആക്ച്വലി വിപ്പ് ആൻഡ് ബ്രൂമാണ് നമ്മൾ അടിച്ചു തെളിച്ച് കളയുക എന്ന് പറയില്ലേ. ഓക്കെ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അതിനെ സോൾവ് ചെയ്ത് കളയുന്ന പോലെയാണ്, സോൾവ് ചെയ്ത് ശരിയാക്കാൻ ശ്രമിക്കുന്ന പോലെയാണ് നിങ്ങളുടെ പേഴ്സൺ. അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അതിനെല്ലാം ക്ലിയർ ചെയ്ത് സോൾവ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ലെറ്റർ വരുന്നതായിട്ട് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ലവ് ലെറ്റർ ആണ്, അത് എഴുതി വെച്ചിരിക്കുകയാണ്. ഓക്കെ, സോ ലവ് ലെറ്റർ കുറച്ച് പേര് എന്താണെന്ന് വെച്ചാൽ തുറന്ന് പറയുന്നുണ്ടാവില്ല. ഓക്കെ, ഇത് അയക്കുന്നുണ്ടാവില്ല. മെസ്സേജ് ചിലപ്പോൾ നമ്മളിപ്പോൾ ഫോണിലാണ് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ടൈപ്പ് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്ത് വിടുക, സെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, ബട്ട് യെസ്, അവർ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും ഒരു മെസ്സേജ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അറ്റ്ലീസ്റ്റ് മനസ്സുകൊണ്ട് അവർ ശരിക്കും ആ ഒരു ലവ് ലെറ്റർ പോലെ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങളെയാണ് ചൂസ് ചെയ്തിട്ടുള്ളത് എന്തായാലും. ഓക്കെ, ക്ലൗഡ്സിൻ്റെ ഇവിടെ അഗൈൻ ഇവിടെ മൂണും ക്ലൗഡ്സൊക്കെ നമുക്ക് ഒരുപോലെ എടുക്കാം. കുറച്ച് കാര്യങ്ങൾ ഹിഡൻ ഉണ്ട് ഇവിടെ. ഓക്കെ, ചില കാര്യങ്ങൾ ക്ലിയർ ആവാനുണ്ട് ഇവിടെ, മറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് എന്നും പറയാം. ഓക്കെ, ആ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആവാനുണ്ട്. ഓക്കെ, അതിൻ്റെ ഒരു സമയം എടുക്കും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പ്രോബ്ലംസ് ഉണ്ട്, ചില കാര്യങ്ങൾ മറിഞ്ഞിരിക്കുന്നുണ്ട് എന്നൊക്കെയാണ്. പക്ഷെ ഇവിടെ ഒരു ഭാഗത്തു നിന്ന് വെളിച്ചം വരുന്നുണ്ട്. ഓക്കെ, സോ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് വരും എന്നാണ് കാണിക്കുന്നത്. എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിലും എന്ത് തന്നെ ഉണ്ടെങ്കിലും അതൊക്കെ ക്ലിയർ ആയിട്ട് ശരിയാവും എന്നുള്ളതാണ്. ആൻഡ് ഇവിടെ കോമ്പസും പറയുമ്പോൾ നമുക്ക് സൊല്യൂഷൻസ് എന്ന രീതിക്ക് എടുക്കാം. ഓക്കെ, അതായത് കാര്യങ്ങൾ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ സൊല്യൂഷൻസ് കിട്ടുന്ന രീതിയിൽ നമുക്ക് എടുക്കാം. ഓക്കെ, വഴി കാണിച്ചു തരാമെന്ന് പറയില്ലേ. സോ യെസ്, അതുപോലെ നിങ്ങൾക്ക് വഴി കിട്ടും. ഓക്കെ, മുന്നോട്ട് സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാൻ വഴികൾ കിട്ടും. ഇവിടെ ഇത് മാത്രം ചില കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിച്ച് അനലൈസ് ചെയ്യാൻ പറയുന്നുണ്ട്. നിങ്ങളോടായാലും നിങ്ങളുടെ പേഴ്സണോടായാലും. ഐ തിങ്ക് നിങ്ങളുടെ പേഴ്സൺ അതിന് ടൈം എടുക്കുന്നുണ്ട്. എന്നിട്ട് അവരെല്ലാ കാര്യങ്ങളും നോക്കി മനസ്സിലാക്കി തീരുമാനങ്ങൾ എടുക്കും എന്ന രീതിക്ക് നമുക്ക് എടുക്കാം. സോ ഇവിടെ ഡീറ്റെയിൽസ് നമ്മൾ നോക്കുക എന്ന് പറയില്ലേ, എല്ലാ ഡീറ്റെയിലുകളും നോക്കി എന്താണ് മുന്നോട്ട് ചെയ്യേണ്ടത്, എന്ത് വേണം എന്നൊക്കെ ആലോചിച്ച് ചിന്തിക്കുന്നതായിട്ട്, തീരുമാനങ്ങൾ എടുക്കുന്നതായിട്ട്. അതിനുവേണ്ടി പക്ഷെ എല്ലാം മനസ്സിലാക്കണം അല്ലേ. സോ ആ ഒരു മാഗ്നിഫൈങ് ഗ്ലാസ് നമ്മൾ പറയും, സൂക്ഷ്മതയോടെ എല്ലാം നോക്കുക മനസ്സിലാക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെയാണ് കാണുന്നത്. നിങ്ങളുടെ പേഴ്സൺ നല്ലോണം ഇത് അനലൈസ് ചെയ്യുന്നുണ്ട്, ഈ സിറ്റുവേഷനെ മുന്നോട്ട് എന്താ ചെയ്യേണ്ടത് എന്നുള്ളത്. ഇവിടെ ഫ്ലവേഴ്സ് കാണുന്നുണ്ട്. സോ യെസ്, ഒരു ഗിഫ്റ്റുമായിട്ട് വരാനുള്ള ഇതൊരു ഗിഫ്റ്റ് എന്ന രീതിക്ക് എടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് ചിലപ്പോൾ പൂക്കൾ കൊണ്ട് വരുന്നതായിരിക്കും, അങ്ങനെ നിങ്ങൾക്ക് തരാറുണ്ടെങ്കിൽ. അല്ല എന്നുണ്ടെങ്കിൽ യെസ്, ജസ്റ്റ് കാണാൻ വരിക, മീറ്റ് ചെയ്യുക. ഓക്കെ, ഒരു ഗിഫ്റ്റ് എന്തെങ്കിലും തരാനുള്ള സാധ്യതയാണ്. ഓക്കെ, ഫ്ലവേഴ്സ് ആയിരിക്കാം. അല്ലെങ്കിൽ ഇതൊരു ലവ് ഓഫർ എന്ന രീതിക്ക് എടുക്കാം നമുക്ക്. ഓക്കെ, നമ്മൾ തമ്മിലൊരു റിലേഷൻഷിപ്പിൽ നമ്മൾ പറയില്ല, പരസ്പരം ഒരു സ്നേഹത്തിൻ്റെ ഒരു പ്രകടനം, അങ്ങനെ ആയിരിക്കാം. ഇതൊരു ഫ്ലവർ എന്തായാലും വളരെ മനോഹരമായ ഒരു കാര്യമാണ്. ആൻഡ് ഇവിടെ ഷിപ്പും ഉണ്ട്. കുറച്ച് പേർക്ക് നിങ്ങൾ മീറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ട്രാവലിംഗ് കാണുന്നുണ്ട്. നിങ്ങൾ അവരെ മീറ്റ് ചെയ്യാൻ പോകാം, അല്ലെങ്കിൽ അവർ നിങ്ങളെ മീറ്റ് ചെയ്യാൻ വരാം. എന്തെങ്കിലും ഒന്ന് നടക്കും. യെസ്, ഈ ഒരു ലവ് ഓഫർ വരുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇടയിൽ ചെറിയ തടസ്സങ്ങൾ സിറ്റുവേഷൻ ഇപ്പോൾ എന്താണെന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾ ആ കാര്യങ്ങളെക്കുറിച്ചായിരിക്കും ചിലപ്പോൾ കൂടുതൽ നിങ്ങളോട് മനസ്സിലാക്കാൻ പറയുന്നുണ്ട്. എന്താണ് തടസ്സം എന്നുള്ളത് നിങ്ങൾ നോക്കാൻ പറയുന്നുണ്ട്, അതിനെ അനലൈസ് ചെയ്യാൻ പറയുന്നുണ്ട്. ബട്ട് ആ പ്രോബ്ലംസ് ഉള്ളതൊക്കെ മാറി വരും എന്നുള്ളതും നമുക്ക് സൈൻ കിട്ടുന്നുണ്ട്. ഓക്കെ, ആ പ്രോബ്ലംസ് മാറി നിങ്ങൾ തമ്മിലൊരു മീറ്റിംഗ്, ഒരു പ്രപ്പോസൽ, അല്ലെങ്കിൽ സ്നേഹത്തോടെ ഒരു എക്സ്പ്രഷൻ, ഓക്കെ, ഗിഫ്റ്റ് കിട്ടല്, അല്ലെങ്കിൽ ചിലപ്പോൾ കാണാൻ വരിക, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും മീറ്റ് ചെയ്യുക, എവിടെയെങ്കിലും യാത്ര പോവുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അല്ലെങ്കിൽ മുന്നോട്ട് നമ്മൾ പറയില്ലേ, മുന്നോട്ട് നമ്മൾ ഒന്നിച്ച് സ്മൂത്തായിട്ട് മുന്നോട്ട് പോവുക എന്ന രീതി കൂടിയാണ്. സോ യെസ്, ഇവിടെ ഓവറോൾ ഹാപ്പിനെസ് ആണ് നിങ്ങൾക്ക് കാണുന്നത്. നിങ്ങളെ ചൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണൽ റിലേഷൻഷിപ്പ് സ്മൂത്തായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ തടസ്സങ്ങളുണ്ട് കുറച്ച്. ഓക്കെ, സിറ്റുവേഷൻ അനുസരിച്ചിട്ട്. പക്ഷെ അതെല്ലാം ക്ലിയർ ആയിട്ട് വരും എന്നുമാണ് കാണിക്കുന്നത്. ഓക്കെ, നമുക്ക് കൂടുതൽ നീട്ടുന്നില്ല ഞാനെന്ന്, ജസ്റ്റ് ഓവറോൾ എനർജി നോക്കിയെന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും അവർ നിങ്ങളെക്കുറിച്ച് നല്ല ഒരു ഫീലിങ്സ് തന്നെയാണ് വെക്കുന്നത്. എൻ്റെ ഇവിടെ സ്നേഹത്തിൻ്റെ തീർച്ചയായിട്ടും കുറേ കാർഡ്സ് കിട്ടിയിട്ടുണ്ട് നമുക്ക്. സോ ടെൻഷൻ വേണ്ട. യെസ്, കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും, ഒക്കെ ശരിയാവും. ഓക്കെ, എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക. നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.